ഓ ഐ എം സോറി, എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ CVയിൽ കാണും. ആ ഓർണമെന്റ്സ് എപ്പോൾ എത്തിക്കുമെന്നുള്ളത് അവിടെ അറിയിച്ചാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. കാതറെ, നമ്മളിവിടെ ഉള്ള വിവരം ചന്ദ്രസേനന്റെ ആൾക്കാരറിഞ്ഞാൽ വീണ്ടും നമ്മൾ പോലീസിന്റെ കയ്യിലാപ്പെടും. ഇനി എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോയാലും സത്യം അറിയുന്നവരെ ഒളിവിൽ തന്നെ കഴിയണം. നമുക്ക് ആ പാഴ്സൽ ഓഫീസിൽ ഒന്ന് പോയാൽ ആ ഇൻസ്പെക്ടറും പാർട്ടിയും നമ്മൾ അന്വേഷിച്ച് വന്നിരുന്നോ എന്നൊന്ന് അറിയാമായിരുന്നു. അതിനു മുമ്പ് നമുക്ക് വേണ്ടത് രഹസ്യമായി താമസിക്കാൻ ഇടവാണ്. എങ്കിലേ ചന്ദ്രസേനന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ ചലനവും ദൈവം പോലും അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻസ്പെക്ടർ, മറുനാടൻ മലയാളികളായ ഞങ്ങൾ കേരള പോലീസിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് എവിടെയും സംസാരിക്കാറുള്ളത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന എന്റെ ശവം നിങ്ങൾ കണ്ടെടുത്തുന്നു, അതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായി പോയി. ക്ഷമിക്കണം മിസ്റ്റർ ചന്ദ്രസേന, ഞങ്ങൾ ശവശരീരം കണ്ടെടുത്തതും ബാലിനെയും കാവറയും അറസ്റ്റ് ചെയ്തതും സത്യമാണ്. നിങ്ങൾ സ്വർണം കൊടുത്തേച്ചെന്ന് പറഞ്ഞതും അവരാണ്. എനിക്ക് സ്വർണ്ണക്കച്ചവടമാണോ സർ ജോലി? ഈ പറഞ്ഞവന്മാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരുപക്ഷെ മാന്യതയോടെ കഴിയുന്ന എന്റെ അഡ്രസ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. മുതലാളി, അവന്മാരെ എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? രണ്ടുപേരും ആ പാർസൽ ഓഫീസിലെ ടെമ്പററി ജോലിക്കാരാ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഓ, അതുകൊണ്ടായിരിക്കും അവരെ അന്വേഷിച്ച് ഇൻസ്പെക്ടർ സാർ മദ്രാസിലേക്ക് വന്നത്. പക്ഷേ തടവ് ചാടാൻ ധൈര്യം കാണിച്ച അവർ തിരിച്ചിവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ വെച്ചായാലും കുറ്റം ചെയ്തവൻ അകപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും ഇങ്ങനെയുള്ള എരപ്പാളികളെ വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് ഞാനും പറയുന്നത്. വേണമെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ ഒരു പെറ്റീഷൻ എഴുതി തരാം. ഓ, അതൊന്നും വേണമെന്നില്ല. ഞാൻ ഇറങ്ങുകയാണ്. ആ, വന്നിട്ടൊരു കപ്പ് കാപ്പി പോലും കഴിച്ചില്ലല്ലോ. സാരമില്ല, ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ. എപ്പോഴാകാം. ആ, മദ്രാസിൽ എത്ര ദിവസത്തെയാ ക്യാമ്പ്? പ്രതികളെ പിടിച്ചേൽപ്പിക്കുന്നത് വരെ. ഞാൻ ഇറങ്ങുന്നു. ഹലോ, ആരാണ്? ചന്ദ്രസേനല്ലേ? അതെ, ഞാൻ ഡെയ്സിയാണ്. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട ഡേസി, ഇങ്ങോട്ട് വരണ്ട. ഞാൻ സമയം പോലെ ഡേസി വന്ന് കണ്ടുകൊള്ളാം. നിങ്ങളുടെ സമയം കാത്തിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാന്ന് പറഞ്ഞത്. നോനോ,
എന്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഓക്കെ? ഹലോ ഹലോ, ഡാഡി ഡാഡി ഇത് കണ്ടോ? പോയല്ലോ. ഞാൻ പോവില്ല. മോൻ കരയില്ലേ? ഇതാ പുറത്ത് ചെന്ന് കളിക്കും. ശരി. ആരോടുള്ള ദേഷ്യമാണ് കുട്ടിയോട് തീർക്കുന്നത്? ഞാൻ ഗുരുവായൂർ പോയപ്പോ കണ്ടിട്ട് പോയ ആളല്ല, തിരിച്ചു വന്നപ്പോ അത് കാണുന്നത്. നിങ്ങൾക്കിത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ദയവ് ചെയ്ത് നീ എന്നെ ശല്യം ചെയ്യാതിരിക്കുക. ശല്യം ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ചില സത്യങ്ങൾ അറിയാം. നീ ഒന്നും അറിയണ്ട. എനിക്കറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ലോകത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നിങ്ങൾ ആ കൽക്കത്താക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും പോലീസിനെ ഭയപ്പെടുന്നതും ഞാൻ കണ്ടു. സരസ്വതി, നിങ്ങളുടെ ഗതികേട് കണ്ട് തൊലി പൊള്ളിപ്പോയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് തുറന്നു പറയൂ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ഞാൻ വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് എല്ലാം കേട്ടുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നത്. ബിസിനസിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. പക്ഷെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് പരസ്യമായിട്ടായിരിക്കും. സരസ്വതി, നിന്നോട് പോകാനാണ് പറഞ്ഞത്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് ഇന്ന് 5 വയസ്സായുള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ? അവൻ വളരുമ്പോ അവന്റെ അച്ഛനെ കാണാൻ സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞേക്കാൻ എനിക്ക് കഴിയില്ല. നീ അതിൽ കിടക്കരുത്. അതിനും കടന്ന് അഭിമാനവും കളഞ്ഞ് ജീവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വസ്ഥതയോട് ജീവിക്കാനുള്ള വക ഈ കുടുംബത്തിനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പറ്റൂ. സരസ്വതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള അവിവേകമൊന്നും എനിക്കില്ല. നിങ്ങളിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് ആരും നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ നാവ് പിഴുതെറിഞ്ഞാൽ അതോടെ എല്ലാ ശബ്ദവും അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ആരാ? മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ ചന്ദ്രസേൻ എവിടെ? അകത്തുണ്ട്. നിങ്ങളാരാണ്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരിക്കും ഭാര്യയാണല്ലേ? യെസ്. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സരസ്വതി, കാപ്പി കൊണ്ടുവരും. എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചാണോ ഭയപ്പെടുന്നത്? ദയവ് ചെയ്ത് ഇനിയൊന്നും സംസാരിക്കരുത്. ഡേസിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് 50,000 rupees ഉടനെ വേണം. അത്രയല്ലേ ഉള്ളൂ? ജസ്റ്റ് വെയിറ്റ്. താങ്ക്സ്. ഈ ചെക്ക്? നോ പ്രോബ്ലം. ഇന്ന് തന്നെ മാറാം.
മനസ്സിലായില്ലല്ലേ? ഞാൻ ഈ വീട്ടിലിരിക്കേണ്ടവളാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. പോയേ ബൈ ബൈ. ബൈ. ഇവളേതാണ്? എന്റെ ഒരു പാർട്ണറുടെ മാള്. അദ്ദേഹം കിടപ്പിലാണ്. ആ വിവരം പറയാനാ വന്നു. അവളാണ് ഈ വീട്ടിലിരിക്കേണ്ടവളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നിനക്കറിയില്ലേ? അവളുടെ അച്ഛനല്ലേ എനിക്ക് ഈ വീട് വിലക്കി തന്നത്. രാഘവ, ഒരു വശത്ത് നാഗേന്ദ്രൻ, മറുവശത്ത് പോലീസ്. കടലിന്റെയും ചെകുത്താന്റെയും നടുവിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പോലീസിന് ആ ഖാദറിനെയും ബാലിനെയും കയ്യിൽ കിട്ടുന്നുള്ളൂ മുതലാളി. പക്ഷേ ആ സ്വർണത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരെ നമ്മൾ ആ നാഗേന്ദ്രൻ മുതലാളിയെ കയ്യിലെടുത്തേ പറ്റൂ. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, ചന്ദ്രസേന മുതലാളി, നിങ്ങൾ എന്നെ ചതിച്ചാൽ ഞാൻ നിങ്ങളെയും ചതിക്കും. ബേസിക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ്? പറയൂ. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് തന്നാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോട് ഒന്നിച്ചു കാണും. നീ ചോദിച്ച സ്വത്ത് എന്നായാലും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിഞ്ഞുകൂടെ? ഈ വാക്ക് സത്യമാണോ? സത്യം. ശരി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഡേസി, നാഗേന്ദ്രൻ ബോസിന്റെ വലം കൈയാണ്. അവൻ സ്വർണവും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലാണ് നിൽക്കുന്നത്. ഞാനും ബോസുമായുള്ള ബന്ധം തകർന്നാൽ നീയും ഞാനും തെരുവിൽ നിൽക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വീശുന്ന വലയിൽ നാഗേന്ദ്രനെ വീഴ്ത്തണം.